നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ സ്പേസിലേക്ക് പുതിയതായിട്ട് കടന്നു വന്നിട്ടുള്ള ഒരാളും ക്രിപ്റ്റോ സ്പേസിൽ ഓൾറെഡി ഒരുപാട് നാളുകളായിട്ട് ഉള്ള ഒരാളും തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവാനായിട്ട് സാധ്യതയുള്ള ഒരു ടേമാണ് DeFi എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി DeFiനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ മുൻപ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. കാരണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടർ തന്നെയാണ് DeFi എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ DeFi എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിന്റെ ഒരു ഷോർട്ട് ഫോം ആണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സെക്ടറാണ്. ക്രിപ്റ്റോ മാർക്കറ്റിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സെക്ടറാണ് ഈ DeFi പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത്. പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് DeFi പ്രൊജക്റ്റുകളും നമുക്ക് അറിയാവുന്നതാണ്. മേക്കർ ഡവോ, ആവേ, കോമ്പൗണ്ട് ഫൈനാൻസ് പോലുള്ള DeFi പ്രൊജക്റ്റുകൾ നമുക്ക് അറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ DeFi പ്രൊജക്റ്റുകൾ ഇത്രയധികം പോപ്പുലർ ആവാനായിട്ടുള്ള കാരണം, ഈ ഒരു സെക്ടർ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സെക്ടറായിട്ട് മാറാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ഈ പ്രൊജക്റ്റുകളെല്ലാം തന്നെ അവരുടെ യൂസേഴ്സിനെ മണി ലെൻഡിങ്ങിനും അതുപോലെ തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ ആരുടെയും പെർമിഷനും കാര്യങ്ങളും ഒന്നുമില്ലാതെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് KYC വെരിഫിക്കേഷൻസോ നമ്മുടെ ID കാർഡ് അപ്ലോഡ് ചെയ്യലോ അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. സ്വാഭാവികമായിട്ടും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഫൈനാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള പെർമിഷൻലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പ്രൊജക്റ്റുകൾ ഇത്രയധികം പോപ്പുലർ ആവാനായിട്ടുള്ള കാരണം. ഈ പ്രൊജക്റ്റുകളുടെ എല്ലാം തന്നെ നേറ്റീവ് ടോക്കൺസിന്റെ പ്രൈസ് വളരെ വലിയ രീതിയിലാണ് മുകളിലോട്ട് പോയിട്ടുള്ളത്. ഇത്തരം ടോക്കൺസ് എല്ലാം തന്നെ ബ്ലൂ ചിപ്പ് ടോക്കൺസ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. കാരണം ക്രിപ്റ്റോ യൂസേഴ്സിന് ആ ടോക്കൺസിന്റെ പ്രൊജക്റ്റുകളിൽ വളരെ വലിയ രീതിയിലുള്ള കോൺഫിഡൻസ് ഉണ്ട്. അതിന്റെ ഫണ്ടമെന്റൽ വാല്യൂ അത്രത്തോളം ഉണ്ട് എന്ന് അവർക്ക് തീർച്ചയായിട്ടും ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അതിനെ ബ്ലൂ ചിപ്പ് ടോക്കൺസ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ DeFi എന്ന് പറയുന്ന ആ ഒരു സെക്ടറിൽ അവരവരുടേതായിട്ടുള്ള സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് കുറച്ച് പുതിയ പ്രൊജക്റ്റുകളെ പറ്റിയിട്ടാണ്. വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫ്യൂച്ചറുള്ള വളരെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല കിഡിലറായിട്ടുള്ള 3 പ്രൊജക്റ്റുകളെ പറ്റിയിട്ടാണ്, 3 DeFi പ്രൊജക്റ്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ ഈ ഒരു വീഡിയോ യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ ഏറ്റവും ആദ്യത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് പോൾക്ക സ്റ്റാർട്ടർ എന്ന് പറയുന്ന പ്രൊജക്റ്റാണ്. പേര് പോലെ തന്നെ പോൾക്ക ഡോട്ട് ബ്ലോക്ക് ചെയിനിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് പോൾക്ക സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പോൾക്ക ഡോട്ടിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. കാരണം പോൾക്ക ഡോട്ട് എന്ന് പറയുന്നത് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു DeFi സെക്ടറിൽ പെടുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രൊജക്റ്റ് എന്താണ്, അതിൻ്റെ ഫണ്ടമെന്റൽസ് എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ ഒരു പ്രൊജക്റ്റ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ പോൾക്ക സ്റ്റാർട്ടർ എന്ന് പറയുന്ന പ്രൊജക്റ്റ്, അതായത് പോൾക്ക സ്റ്റാർട്ടർ എന്ന് പറയുന്നത് പോൾക്ക ഡോട്ട് ബ്ലോക്ക് ചെയിനിൽ ബിൽഡ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ പോൾക്ക ഡോട്ടിൻ്റെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഇത് എടുക്കുന്നുണ്ട്. അതായത് പോൾക്ക ഡോട്ടിൻ്റെ ഒരുപാട് ഗുണങ്ങൾ ഈ പോൾക്ക സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാം. പോൾക്ക ഡോട്ടിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പോൾക്ക ഡോട്ട് എന്ന് പറയുന്നത് ഏറ്റവും മെയിൻ ആയിട്ട് അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്ററോപ്പറബിലിറ്റിയാണ്. ഓക്കെ, ആ ഒരു ഇൻ്ററോപ്പറബിലിറ്റി എന്ന് പറയുന്ന അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈ പോൾക്ക സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റിന് കിട്ടിയിട്ടുണ്ട്. അതായത് എതേറിയം നെറ്റ്വർക്കിലുള്ള യൂണിസ്വാപ്പ് ഒക്കെ പോലെ തന്നെ ഒരു ടോക്കൺ സ്വാപ്പ് പ്രോട്ടോകോൾ ആണ് ഈ പോൾക്ക സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. യൂണിസ്വാപ്പ് നമുക്കറിയാം എതേറിയം ബ്ലോക്ക് ചെയിനിലുള്ള ടോക്കൺസ് ആണ് യൂണിസ്വാപ്പിൽ നമുക്ക് സ്വാപ്പ് ചെയ്യാനായിട്ട് പറ്റുക. എന്നാൽ പോൾക്ക സ്റ്റാർട്ടർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ബ്ലോക്ക് ചെയിനിലുള്ള ടോക്കൺസ് ആയാലും നമുക്ക് സ്വാപ്പിംഗ് നടത്താനായിട്ട് പറ്റും. അതാണ് പോൾക്ക സ്റ്റാർട്ടറിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സവിശേഷത. പോൾക്ക ഡോട്ടിൽ ബിൽഡ് ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇത് കൂടാതെ മറ്റൊരു സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പുതിയതായിട്ട് വരുന്ന DeFi പ്രൊജക്റ്റുകൾക്ക് ICO കൂടാതെ തന്നെ, ഇനീഷ്യൽ കോയിൻ ഓഫറിംഗ് ഇല്ലാതെ തന്നെ അവർക്കൊരു ഫണ്ട് റേസിംഗ് നടത്താനായിട്ട് ഈ പോൾക്ക സ്റ്റാർട്ടർ എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പോൾക്ക ഡോട്ടിലാണ് പോൾക്ക സ്റ്റാർട്ടർ ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പോലും പുതിയതായിട്ട് വരുന്ന പ്രൊജക്റ്റുകൾക്ക് മറ്റുള്ള പല ബ്ലോക്ക് ചെയിനുകളിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാനായിട്ട്, അവരുടെ ഒരു ക്യാപിറ്റൽ റേസ് ചെയ്തെടുക്കാനായിട്ട് പോൾക്ക സ്റ്റാർട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ വളരെ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പോൾക്ക സ്റ്റാർട്ടർ എന്ന് പറയുന്ന പ്രൊജക്റ്റിനകത്തുള്ളത്. അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്, നല്ല അടിപൊളി കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും 352 റാങ്കിൽ നിൽക്കുന്ന ഒരു പ്രൊജക്റ്റാണ് പോൾക്ക സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 352 റാങ്കാണ്. ഇപ്പോഴത്തെ പ്രൈസ് വെറും $1 മാത്രമാണ്. $1.06 മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് $7.51 അപ്പോൾ $7.51 നിന്ന് ഏകദേശം 85.89% താഴേക്ക് വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പോൾക്ക സ്റ്റാർട്ടറിന് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് പോൾക്ക സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. നമുക്ക് വളരെ ചെറിയൊരു വിലയിൽ ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്ന ടോക്കണാണ് പോൾക്ക സ്റ്റാർട്ടറിൻ്റെ POLS
SLS എന്ന് പറയുന്ന ടോക്കൺ. നമുക്ക് ബൈനാൻസിലും Gate.ioയിലും KuCoinലും ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കോയിൻ തന്നെയാണ്. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്താം. അതിനുശേഷം മാത്രം ഇത് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ രണ്ടാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഹെജിക് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ്. എതേറിയം ബ്ലോക്ക് ചെയിനിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. എതേറിയം ബ്ലോക്ക് ചെയിനിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ട്രേഡിംഗ് പ്രോട്ടോകോൾ ആണ് ഈ ഹെജിക് എന്ന് പറയുന്നത്. നമുക്കറിയാം ഓപ്ഷൻ ട്രേഡിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ വളരെ വലിയ ഒരു ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലായാലും ക്രിപ്റ്റോയിലായാലും ഓപ്ഷൻ ട്രേഡിംഗ് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. അപ്പോൾ എന്താണ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ചെറിയൊരു എക്സാമ്പിളോട് കൂടിയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു കാർ റേസിംഗ് നടക്കുകയാണ്. ആ കാർ റേസിംഗിൽ 2 കാറുകളാണുള്ളത്. നിങ്ങൾ ഒരു കാറിൻ്റെ മേലെ നിങ്ങൾ ബെറ്റ് വയ്ക്കുകയാണ്. ഒരു 10,000 രൂപ നിങ്ങൾ ഒരു കാറിൻ്റെ മേലെ ബെറ്റ് വയ്ക്കുകയാണ്. ടോട്ടൽ 10 ലാപ്പുകളാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഒരു 5 ലാപ്പിന് ശേഷം നിങ്ങൾ ബെറ്റ് വെച്ച കാറ് രണ്ടാമതെത്തുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ബെറ്റ് വെച്ച കാറ് തോൽക്കാനായിട്ട് സാധ്യതയുണ്ട്. ഒരു 5 ലാപ്പ് കഴിയുമ്പോൾ നിങ്ങളുടെ കാറ് തോൽക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കോൺട്രാക്ട് വെക്കാനായിട്ട് പറ്റും. അതായത് 5 ലാപ്പിന് ശേഷം എൻ്റെ കാറ് തോൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ മുഴുവൻ എമൗണ്ടും പോകാനായിട്ട് പാടില്ല, എൻ്റെ പകുതി എമൗണ്ട് മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു കോൺട്രാക്ട് അവിടെ വെക്കാനായിട്ട് പറ്റും. ആ കോൺട്രാക്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ് തോറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഫുൾ എമൗണ്ടും പോകും. സോ അതിലും ഭേദം നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടത്തെ കുറയ്ക്കുന്നതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് 10,000 രൂപ നഷ്ടപ്പെടേണ്ട ആ സ്ഥാനത്ത് നിങ്ങൾക്ക് ഈ ഒരു കോൺട്രാക്ട് കൊണ്ട് ഒരു 5,000 രൂപയുടെ ലോസ് മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓരോ കോൺട്രാക്റ്റുകൾ അവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗിൽ കാണാനായിട്ട് പറ്റുക. നമ്മൾ ഓൾറെഡി ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. ഇവിടെ ലിങ്ക് കൊടുക്കുന്നത്. നമ്മുടെ എതേറിയം പോലുള്ള സ്മാർട്ട് കോൺട്രാക്ട് പ്ലാറ്റ്ഫോമുകളൊക്കെ ഇത്തരത്തിലുള്ള ട്രേഡിങ്ങിന് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഹെജിക് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ട് ട്രേഡേഴ്സിന് അവരുടെ ബെറ്റുകളെല്ലാം തന്നെ ഹെഡ്ജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള ലെൻഡിങ് ആൻഡ് ബോറോയിങ് ഓഫർ ചെയ്യുന്ന ഒരു DeFi പ്രൊജക്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ അവിടെ ഉണ്ടായിരിക്കും. കാരണം ഈ രീതിയിലുള്ള ലെൻഡിങ് ആൻഡ് ബോറോയിങ് സാധ്യമാക്കുന്ന ഒരുപാട് പ്രൊജക്റ്റുകൾ ഒരു വശത്തുണ്ട്. മേക്കർ ഡാവോ ആവേ പോലുള്ള ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ അവരെല്ലാം ഓൾറെഡി ഒരു സ്ഥാനം, അവരവരുടേതായിട്ടൊരു സ്ഥാനം എടുത്തു നിൽക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു പുതിയ പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലെൻഡിങ് ആൻഡ് ബോറോയിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ ഈ ഭീമം പ്രൊജക്റ്റുകളുമായിട്ട് ഇവർക്ക് നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ അധികം കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു ഭാഗത്തേക്ക്, അല്ലെങ്കിൽ അധികം കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു സൈഡിലേക്ക് ഒരു പ്രൊജക്റ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ, ഹെജിക് പോലുള്ള ഓപ്ഷൻ ട്രേഡിംഗ് പ്രോട്ടോക്കോളൊക്കെ ആയിട്ട് ഒരു പ്രൊജക്റ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊജക്റ്റിനെ ഗ്രോ ചെയ്യാനായിട്ട് വളരെ വലിയ ഒരു സ്പേസും അവിടെ ഉണ്ടായിരിക്കും. ആ ഒരു കാര്യം തന്നെയാണ് ഈ ഹെജിക് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും 948 റാങ്കിൽ നിൽക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഹെജിക് എന്ന് പറയുന്നത്. അതിന്റെ കറന്റ് പ്രൈസ് 0.01252 എന്ന് പറയുന്ന ഒരു വളരെ ചെറിയ ഒരു എമൗണ്ട് ആണ്. അതിന്റെ ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഓൾ ടൈം ഹൈ പ്രൈസ് കാണാനായിട്ട് പറ്റും. 0.6423 ആണ് അതിന്റെ ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത്. ഏകദേശം 98.07% താഴേക്ക് വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഹെജിക് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റിനുള്ളത്. അതായത് വളരെ 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 ചെറിയ ഒരു എമൗണ്ടിൽ നമുക്കിപ്പോൾ വാങ്ങിക്കാനായിട്ട് പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ഹെജിക് എന്ന് പറയുന്നത്. നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ തന്നെ ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഹെജിക് ടോക്കൺസ് നമുക്ക് കിട്ടും. അപ്പോൾ വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം നടത്തിയാൽ മതിയാകും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തുക. അതിനുശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ മൂന്നാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കോൺവെക്സ് ഫൈനാൻസ് ആണ്. CVX എന്നാണ് അതിന്റെ ടോക്കണിന്റെ പേര്. കർവിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു DeFi പ്രോട്ടോകോൾ ആണ് ഈ കോൺവെക്സ് എന്ന് പറയുന്നത്. കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിസ്വാപ്പ് ഒക്കെ പോലുള്ള ഒരു AMM പ്രോട്ടോകോൾ ആണ്. അതായത് ഓട്ടോമാറ്റഡ് മാർക്കറ്റ് മേക്കിംഗ് പ്രോട്ടോകോൾ ആണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്വാപ്പിംഗ് നടക്കുന്നത് സിമിലർ ടൈപ്പ് അസറ്റുകൾ തമ്മിലായിരിക്കും. അതായത് സ്റ്റേബിൾ കോയിൻസ് ഒക്കെ പോലത്തെ സ്റ്റേബിൾ കോയിൻസ് തമ്മിലായിരിക്കും ഈ ഒരു കർവ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റിനകത്ത് സ്വാപ്പിംഗ് നടക്കുന്നത്. ഇവിടെ കോൺവെക്സ് ഫൈനാൻസിന്റെ ജോലി വളരെ സിമ്പിൾ ആണ്. അതായത് കർവ് ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സും അതുപോലെ തന്നെ CRV സ്റ്റേക്കേഴ്സും ഒക്കെ പോലുള്ള കർവ് യൂസേഴ്സിന് അവരുടെ അസറ്റുകൾ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ജോലിയാണ് ഇവിടെ കോൺവെക്സ് ഫൈനാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ യൂസേഴ്സിന് കൂടുതൽ പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കോൺവെക്സ് ഫൈനാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ CRV ടോക്കൺസ് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ LP ടോക്കൺസ് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ഫീൽ ഒരു ഇളവ് ലഭിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് റിവാർഡുകൾ കിട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു കോൺവെക്സ് ഫൈനാൻസിനകത്തുള്ളത്. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് തന്നെയാണ് കോൺവെക്സ് ഫൈനാൻസ് എന്ന് പറയുന്നത്. കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് പോകുകയാണെങ്കിൽ 60ാം റാങ്കിൽ നിൽക്കുന്ന ഒരു പ്രൊജക്റ്റാണ് കോൺവെക്സ് ഫൈനാൻസ് എന്ന് പറയുന്നത്. അതിന്റെ കറന്റ് പ്രൈസ് $23.35 മാത്രമാണ്.
അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. $62.69 അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ്. 62.73% പ്രൈസ് താഴ്ന്നിട്ടുണ്ട്. വളരെ നല്ല ഒരു പ്രൈസിലാണ്, നമുക്ക് വളരെ ചെറിയൊരു പ്രൈസിലാണ് ഇപ്പോൾ കോൺവെക്സ് ഫൈനാൻസ് നിൽക്കുന്നത്. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തുക, അതിനുശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള തീരുമാനം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ 3 DeFi പ്രൊജക്റ്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ള, നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന 3 പ്രൊജക്റ്റുകളാണ്. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള 3 പ്രൊജക്റ്റുകളാണ്. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോ യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തുക, അതിനുശേഷം മാത്രം ഇതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 3 ടോക്കൺസും ബൈനാൻസിൽ അവൈലബിൾ ആയിട്ടുള്ള ടോക്കൺസ് ആണ്. സോ ഏറ്റവും കൂടുതൽ ബൈനാൻസ് യൂസേഴ്സ് ആണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ബൈനാൻസിൽ അവൈലബിൾ ഉള്ള ടോക്കൺസ് ആണ് ഈ 3 ടോക്കൺസും. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും റിസർച്ചൊക്കെ നടത്തുക, അതിനുശേഷം ഒരു തീരുമാനം എടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നിങ്ങളുടെ ലൈക്കുകളായിരിക്കും. അടുത്തൊരു വീഡിയോ കാണാം.